ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയ ഒരു BMW കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, ഇതാണ് BMW N4 Coupe 2014 മോഡലാണ് ഗൈസ് BMWൻ്റെ. ഗൈസ്, നമുക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രോ ഏതെങ്കിലും M സീരീസ് കൊണ്ടുവരാമോ BMWൻ്റെ. ഞാൻ ഒരു M സീരീസ് ഫാനാണ്, ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണ്ടുവരാം ബ്രോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 വീഡിയോ കഴിഞ്ഞു. എന്നിട്ട് പിന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഇച്ചിരി ലേറ്റായി ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ. ഗൈസ്, ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഗെയിം കളിക്കാം ഗൈസ്. പിന്നെ എനിക്ക് ഈ ഒരു ഗെയിമിൽ ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാനെപ്പോഴും ചുമ്മാ ഫ്രീ ആയിട്ട് പോവുകയും ചുമ്മാ ദുരികരയൊക്കെ തെണ്ടി കിടക്കുകയും ഗൈസ്. ഈ ഒരു ഗെയിമിൽ നമുക്ക് പെട്രോളൊന്നും അടിക്കണ്ടല്ലോ. അപ്പം നമുക്ക് എവിടെ വേണേലും വണ്ടി പണിയാൻ നൈസായിട്ട് നമുക്ക് വണ്ടി ഏതുവഴി വേണേലും ഓടിക്കാം. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വണ്ടി ട്യൂൺ ചെയ്ത് എൻജിനെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ BMW ഒരു മുതലാക്കി ഇട്ടേക്കാണ്. നമ്മളിപ്പം നേരെ നമ്മുടെ ട്രാക്കിലേക്കാണ് ഗൈസ് പോകുന്നത്. അതായത് ട്രാക്കിൽ പോയിട്ട് നല്ല ഒരു പവർ കയറി വരിക, എത്ര കിലോമീറ്റർ സ്പീഡ് ഇത് കയറും എന്നാണ് ഗൈസ് നമുക്ക് നോക്കേണ്ടത്. ഇത് എത്ര കിലോമീറ്റർ പവർ ഉണ്ട് ഇതിന്, എത്ര കിലോമീറ്റർ സ്പീഡ് ഈ ഒരു വണ്ടി കയറും. ആ ഒരു നമുക്കറിയാമല്ലോ, നമ്മൾ മിക്കവാറും വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ളതാണ്. സ്പീഡ് വരുമ്പോൾ തന്നെ കുറേ അത്യാവശ്യം നല്ല പവർ വരുമ്പോൾ ഏകദേശം മിക്കവാറും വണ്ടിയൊക്കെ 400 കയറി ആ ഒരു പവർ വരുമ്പോൾ തന്നെ ഒരു വളവുണ്ട്. ആ ഒരു വളവിന് നമുക്ക് ഒരു വണ്ടി കൈ നിൽക്കത്തില്ല. ആ ഒരു വളവിന് ആ സമയത്ത് നമ്മൾ സ്ലോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്പീഡോമീറ്ററിൻ്റെ ഒരു ഇതും കുറയും. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു വളവിൻ്റെ ആ ഒരു സമയത്ത് ഏത് വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡ് വരെ കയറും എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു വണ്ടി ആ ഒരു വളവിൻ്റെ അവിടെ എത്ര കിലോമീറ്റർ സ്പീഡ് കയറും എന്നാണ് ഗൈസ്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, ഈ ഒരു BMWൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നല്ലൊരു BMWൻ്റെ നല്ലൊരു കിഡിലെ സൗണ്ട് തന്നെയാണ്. ഒത്തിരി ഇതുമല്ല, എന്നാൽ കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു സൗണ്ട് തന്നെയാണ് ഗൈസ്. വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നൈസായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്നൊരു എക്സോസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ നമ്മൾ പണിതിറക്കിയിരിക്കുന്നത് ഗൈസ്. ഈ ഒരു BMWൻ്റെ ലുക്ക് ഇതേ അല്ല. നമ്മൾ ഫ്രണ്ടിൽ കുറച്ച് മാസ്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഫ്രണ്ടിൽ നിന്ന് ഒരു മിഡിൽ പോർഷൻ വരെ വൈറ്റും അവിടെ നിന്ന് അങ്ങോട്ട് ഗൈസ് ബ്ലാക്കും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബാക്ക് പോർഷനിലോട്ട് മുഴുവൻ ബ്ലാക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഗൈസ്, നമ്മൾ സ്പോയിലറൊക്കെ എക്സ്ട്രാ കയറ്റിയതാണ്. പിന്നെ ഗൈസ്, നമ്മുടെ എക്സോസ്റ്റും കാര്യങ്ങളും പിന്നെ റിമ്മ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ്, നമ്മൾ പവറെല്ലാം അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ എഞ്ചിനൊക്കെ ട്യൂൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. നമ്മൾ ഫ്രണ്ടിൽ ലിപ്പും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, താഴെ കാണാം. നമുക്ക് നൈസായിട്ടൊരു കുറച്ച് വൃത്തിയുണ്ട് ഗൈസ്. വൃത്തിയോടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൈസ്, നല്ല ലുക്കാണ് ഈ ഒരു വണ്ടി. ഈ ഒരു വണ്ടി നല്ല ലുക്കാണ് ഗൈസ്. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം നല്ലൊരു ലുക്കാണ് ഈ ഒരു BMW ഗൈസ്. BMW പൊതുവേ നല്ലൊരു കിട്ടിയിലെ ലുക്ക് നമുക്ക് തരുന്നൊരു വണ്ടിയാണ്. ആ ഒരു വണ്ടിയുടെ ലുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വണ്ടി ഒന്ന് ഓടിക്കാൻ തോന്നും. അത്രയിലൊരു മുതൽ സാധനം തന്നെയാണ് ഗൈസ് ഈ ഒരു BMW എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് BMW പണ്ട് തൊട്ടും ഇപ്പോൾ വരെ ഏകദേശം നല്ലൊരു ലുക്കുള്ള വണ്ടികളാണ് കൂടുതലും ഉള്ളത്. നമുക്കത് പണിതെടുക്കാനും സെറ്റാണ്. നല്ല പണിത് കഴിഞ്ഞാൽ അതിലും അടിപൊളി ലുക്കുകളോട്ട് വരുന്ന ഒരു സാധനമാണ് ഈ ഒരു BMW എന്ന് പറയുന്ന സാധനം ഗൈസ്. എന്തായാലും നമുക്ക് നമ്മുടെ ട്രാക്കിലേക്കാണ് ഗൈസ് പോകേണ്ടത്. ഏകദേശം ഇവിടെ നേരെ പോയി ഒരു 3 കിലോമീറ്റർ ആ ഒരു സംതിങ് ഉണ്ട്. ഏകദേശം ഒരു 7 കിലോമീറ്റർ കൂട്ടാം ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടിങ്ങൊക്കെ വളരെ കുറവാണ്. നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് ഗൈസ്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു ലെവലിൽ എത്തിയിട്ട് വേണം ഗൈസ് നമുക്ക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ. പിന്നെ ഗൈസ്, നമ്മൾ നല്ലൊരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഗെയിംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഗീവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് പവറപ്പ് ചെയ്ത് വിടുക ഗൈസ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും ഗൈസ് നല്ലൊരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീവ് അവേ ഈ ഒരു ചാനലിൽ നിന്ന് ഉറപ്പായിട്ടും കാണും ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടി നിങ്ങൾ എൻജോയ് ചെയ്യുക ഗൈസ്. ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾ എൻജോയ് ചെയ്യുക ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഗൈസ്. ഉറപ്പായിട്ടും കൊണ്ടുവരാം ഗൈസ്. ഈ ഒരു വണ്ടിയുടെ ലുക്ക് അടിപൊളിയാണ് ഗൈസ് കേട്ടോ. നല്ല ലുക്കല്ലേ ഗൈസ്. ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, സ്മൂത്ത്
അതായത് ഈ ഒരു ക്ലൈമറ്റും ഈ ഒരു വണ്ടിയും കൂടെ നല്ല ചേർച്ചയാണ്. നൈസായിട്ട് ഈ ഒരു വണ്ടി അങ്ങോട്ട് ഓടിച്ച് പോവുക. അത് നൈസായിട്ട് നമ്മളെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും ആക്സലറേഷനൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് പെയ്യെ കാല് കൊടുത്ത് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പെയ്യെ സ്പീഡ് കൂട്ടുക ഗൈസ്. അതായത് ഒറ്റ ചവിട്ടിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഇട്ട് പോവാതെ പെയ്യെ കാല് കൊടുത്ത് നൈസായിട്ട് ഓടിച്ചൊരു തേർഡ് ഗിയർ ഒക്കെ ആകുമ്പോഴത്തേലും ഒരു നല്ലൊരു സ്പീഡിലോട്ട് വരും. ഒത്തിരി സ്പീഡാണോ അല്ല, എന്നാൽ സ്പീഡ് കുറവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല, ആ ഒരു രീതിയിലോട്ട് വരും ഗൈസ്. അങ്ങനെ ഓടിക്കാൻ പറ്റിയൊരു നല്ലൊരു വണ്ടിയാണ്, നല്ലൊരു ക്ലൈമറ്റുമാണ് ഗൈസ്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കിട്ടില്ല ക്ലൈമറ്റാണ്, നല്ലതായിട്ടൊരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളും നല്ലൊരു കിട്ടില്ല സാധനം. എന്താ പറയുക, ഒന്നും പറയാനില്ല ഗൈസ്, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്ലൈമറ്റാണ് ഗൈസ്, നല്ല ക്ലൈമറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്ലൈമറ്റാണ് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്. ഇത് നമ്മുടെ സമ്മർ സീസണാണ്, പക്ഷേ എന്നാലും ഗൈസ് ആ ഒരു സൂര്യൻ ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും കാര്യങ്ങളും അത് ഭയങ്കരമാണ്. ഗൈസ് ഇപ്പോൾ വണ്ടി ഇടിച്ചേനെ കേട്ടോ. എന്തായാലും കൊള്ളാം ഗൈസ്, കിട്ടിലെ ലുക്കാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്, ഇവിടെ നൈസായിട്ട് എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമ്മൾ ത്രോട്ട് അടിക്കുന്ന അടി കണ്ടു. നമ്മൾ ഫുള്ള് കൊടുക്കുമ്പോഴത്തേലും ഇത് ഭയങ്കര പവറാണ് ഗൈസ്, ഭയങ്കര പവർ. അടിച്ചാണ് നിൽക്കുന്നത് ഗൈസ്. നമ്മൾ 4th ഗിയർ ആയിട്ടുണ്ട്, ഏകദേശം ഒരു 250 60 ആയിട്ടുണ്ട് ഗൈസ്. 270 ആയിട്ടുണ്ട് ഗൈസ്, 280 ആയിട്ടുണ്ട്, 290 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് 280 ആയിട്ടുണ്ട്. വീണ്ടും നൈസായിട്ടൊരു വളവ് വന്നപ്പോൾ നൈസായിട്ട് വണ്ടി ഇച്ചിരി ഇറങ്ങിപ്പോയി ഗൈസ്. ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ടും ഉറപ്പായിട്ടും ഈ ഒരു വണ്ടിക്ക് ഹാൻഡിലിങ്ങിന് ഒരു നൈസായിട്ട് ഒരു വളവൊക്കെ വരുമ്പോൾ വേഗം വണ്ടി തിരിഞ്ഞ് കയറി വന്നിട്ട് വീണ്ടും കാല് കൊടുത്ത് കയറാനുള്ള ഒരു പവറും കാര്യങ്ങളും ഇതിന് കുറവാണ്. എന്തായാലും അതെല്ലാവരും മനസ്സിലാക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് ഓടിക്കുമ്പോഴേ ഗൈസ് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു വളവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇപ്പോൾ വളച്ചെടുത്തിട്ട് വേഗം കാല് കൊടുത്താൽ വണ്ടി വേഗം തന്നെ കയറത്തില്ല, വണ്ടി ഡൗൺ ആയിരിക്കും. നമ്മൾ വീണ്ടും ഗിയർ ഡൗൺ ചെയ്തിട്ട് വീണ്ടും കയറി കൊടുക്കണം, എന്നാലേ നമ്മൾ കയറി വരത്തുള്ളൂ ഗൈസ്. ലൈറ്റ് വന്നു കേട്ടോ, ലൈറ്റ് വന്ന് നൈസായിട്ടാണ് ഗൈസിൻ്റെ ലൈറ്റ് ഓൺ ആവുന്നത്. നമുക്ക് ഗൈസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം അങ്ങനെ തന്നെയാണോ നോക്കി ലൈറ്റ് എല്ലാ വണ്ടിയിലും ഓൺ ആവുന്നതെന്ന് ഗൈസ്. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങനെ നോക്കാം ഗൈസ്. എന്തായാലും കൊള്ളാം, കിഡിലെ ലുക്കാണ് കേട്ടോ, കിഡിലെ ലുക്കാണ്. രക്ഷയില്ലാത്തൊരു സാധനമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനെ വരുമ്പോൾ വെട്ടം കൂടുതലും ഗൈസ്, തിരിയുമ്പോൾ വെട്ടം കുറയുന്നതാണ് ഗൈസ്, അല്ലേ? തിരിയുമ്പോൾ വെട്ടം കുറയും, നമ്മളല്ലാതെ ബാക്കിൽ നിന്ന് കൊണ്ടോട്ട് നോക്കുമ്പോൾ വെട്ടം കൂടും ഗൈസ്. കിഡിലെ സൗണ്ടാണ്, നിങ്ങൾ കേട്ട് നോക്ക് ഗൈസ്. നല്ല സൗണ്ടല്ലേ, അടിപൊളി സൗണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടണലിനകത്ത് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ വണ്ടിയിട്ട് ഇങ്ങനെ റേസ് ചെയ്യിക്കാൻ, കാരണം അടിപൊളി സൗണ്ടാണ് ഗൈസ്. നമ്മുടെ കൈ കൊണ്ട് നൈസായിട്ടൊന്ന് സെറ്റിങ്സിലോട്ട് പോയിട്ടുണ്ട്, അതൊന്നും സീനില്ല ഗൈസ്. ഓക്കെ, വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് ഗിയർ 240 ഗൈസ്. തേർഡ് ഗിയർ വന്നിട്ടുണ്ട് 226 ഗൈസ്. 4th ഗിയർ 280 300 ഗൈസ്. 302 ഗൈസ്. 4th ഗിയർ 302 ഗൈസ്. അപ്പോൾ പവർ ഉണ്ട് കേട്ടോ. 300 ഗൈസ്. 5th ഗിയർ വീണ്ടുണ്ട് 340 ഗൈസ്. 350 ഗൈസ്. 355 ഗൈസ്. ഡൗണായി വണ്ടി ഡൗണായി. 360 ഗൈസ്. 61 ഗൈസ്. 62 63 64 ഗൈസ് നമ്മൾ 364 അത്ര കയറുന്നുള്ളൂ. എൻ്റെ ദൈവമേ, നമ്മളിത് പണിതിട്ട് ഗൈസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ഥലത്തൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം 400 അടിച്ചിട്ട് വണ്ടി കയ്യിൽ നിന്ന് പോകേണ്ട ആ ഒരു വളവിന് നമ്മൾ 366 വന്നിട്ട് ഗൈസ് നമുക്ക് ആ ഒരു വണ്ടി കയ്യിൽ നിന്ന് ആ ഒരു വളവിന് ഗൈസ്. അതെന്ത് ഗൈസ്, നമ്മുടെ വണ്ടി അത്ര ഇതായിപ്പോയേ, വണ്ടി അങ്ങോട്ട് കയറി നിന്നില്ല. ഞാൻ വിചാരിച്ചു ഗൈസ് ഏകദേശം 4th ഗിയറിൻ്റെ ഒരു ടോപ്പ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു 5th ഗിയർ 6th ഗിയറും ഉണ്ടല്ലോ, 2 ഗിയറിലൂടെ വണ്ടി അത്യാവശ്യം കയറി വരും. ഗൈസ് ഇവിടെ എല്ലാം വണ്ടിയാണ്, എല്ലാം കയറി വണ്ടി ഇങ്ങനെ കയറി വരുമെന്ന് വിചാരിച്ചു, പക്ഷേ ഗൈസ് വണ്ടി കയറി വന്നില്ല. ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു ഗെയിം നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ, നമുക്ക് ഒന്നിച്ച് കളിക്കാം ഗൈസ്. എനിക്ക് സീനൊന്നുമില്ല. ഇവിടെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഗെയിം ടാഗൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഉള്ള ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.